ശാന്തി ഓറ ക്ലീൻ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ വേണ്ടതായിട്ടുള്ള ഊർജം കിട്ടുന്നില്ല, ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും കുറവ് അനുഭവപ്പെടുന്നു, ക്ഷീണം തോന്നുന്നു, പലപ്പോഴും വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്തെത്തിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ഓറേനെ പവർഫുള്ളാക്കാനായിക്കൊണ്ട് അഥവാ നെഗറ്റിവിറ്റീനെ ഇല്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട് എന്തെങ്കിലുമായിട്ടുള്ള വഴിയുണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചതിൻ്റെ ആധാരത്തിലാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ സിസ്റ്റർ ചെയ്തു തരുന്നത്. ഒന്നാമത്തെ കാര്യം പറയുകയാണ്, നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ട് ആ വെള്ളത്തിൽ തുറന്നു വെച്ചിരുന്നാൽ കുറേ സമയം കഴിയുമ്പോൾ എന്തൊക്കെയോ പൊടികൾ അതിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. വെള്ളം എന്തായാലും അഴുക്കാവും. ഈ വെള്ളസാരി ഉടുത്തിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ബിസിയായിട്ട് ഓരോരോ കാര്യങ്ങൾ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇട്ട ഡ്രസ്സ് മുഷിഞ്ഞു പോയേക്കാം. ഇത് സ്ഥൂലമായ സാധനങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേസമയം നമ്മുടെ സൂക്ഷ്മമായിരിക്കുന്നൊരു ഊർജ്ജമണ്ഡലമുണ്ട്. സൂക്ഷ്മ ശരീരം എന്നതിനെ പറയും, ഏഞ്ചലിക് ബോഡി, സൂക്ഷ്മ ശരീരം, പല ശബ്ദങ്ങൾ അതിനെ ഉപയോഗിക്കും. ആ സൂക്ഷ്മ ശരീരം നിങ്ങൾ ആരൊക്കെ ആയിട്ടാണോ ഇടപഴകിക്കൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാം ഊർജ്ജമണ്ഡലങ്ങളുമായിട്ട് കൂടി ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 10 ആളുമായിട്ട് ഇടപഴകി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ ഊർജ്ജമണ്ഡലത്തിൽ ഒരുപാട് അഴുക്കുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡെയിലി ബേസിസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കുന്ന ഒരു ഓറ ക്ലീനിങ് മെത്തഡാണ് നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചു തരുന്നത്. ഇത് നമ്മുടെ സങ്കല്പത്തിൻ്റെ ആധാരത്തിലാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് ഇത്ര ദൂരെ വരെയുള്ള ഭാഗത്തേക്ക് ഒരു പ്രകാശത്തിൻ്റെ പ്രഭാമണ്ഡലം, അതിനെ കാണുന്നതായിരിക്കുന്ന ക്രില്യൻ ക്യാമറ, പല ക്യാമറകളും ഉണ്ട് ലോകത്ത്. അതുപയോഗിച്ചാൽ അതിൻ്റെ കളറ്, അതിൻ്റെ എനർജി കൂടുന്നത് കുറയുന്നതൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഇനി കാണാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ശാരീരികമായിരിക്കുന്ന അനുഭവത്തിലൂടെ മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ ക്ഷീണം വരുന്നു, അസ്വസ്ഥതയാകുന്നു, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള പല രീതികളിൽ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന തലത്തിലും ഊർജ്ജമണ്ഡലം വീക്കാവുമ്പോൾ അതില്ലാതെയാകും. അതുകൊണ്ട് ഇന്ന് 2 വിധികൾ നമ്മുടെ ഓറ ക്ലീനിങ്ങിന് വേണ്ടിക്കൊണ്ട് ചെയ്യേണ്ട 2 വിധിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാറുള്ള മെത്തേഡ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ്. ഓറ ക്ലീനിങ്ങിന് വേണ്ടി ഒരു മെഡിറ്റേഷൻ ഞാൻ BK ഷീബയിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങും മുന്നേ ഓറ ക്ലീനിങ് മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇനി സന്ധ്യയ്ക്ക് നിങ്ങൾ മെഡിറ്റേഷൻ സമയത്ത് സായം സന്ധ്യ, നമ്മുടെ പണ്ടുണ്ടായിരുന്ന സന്ധ്യാവന്ദനത്തിൻ്റെ സമയം, ഇപ്പോഴും അത് സായം സന്ധ്യ എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ ഉള്ളതായിരിക്കുന്ന ഏറ്റവും നല്ല മുഹൂർത്തമാണ്. ഈശ്വരനെ ഓർമ്മിക്കുന്ന നിമിഷങ്ങൾ. ആ സമയത്ത് നിങ്ങൾക്ക് ഓറ ക്ലീനിങ് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയാലും രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ അഫർമേഷൻ, ഈശ്വരനുള്ള കത്ത്, സെൽഫ് ചെക്കിങ് എല്ലാം കഴിയുമ്പോൾ സമയം കിട്ടിയില്ലെങ്കിലോ സന്ധ്യയ്ക്ക് വേണമെങ്കിലും ചെയ്യാം. അഥവാ നമ്മൾ ജോലിക്ക് പോകുന്ന ആളാണ്, സന്ധ്യയ്ക്ക് വീട്ടിലുണ്ടാവില്ല, പോയി വന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിച്ച് ഫ്രഷ് ആവുമല്ലോ, ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറ മെഡിറ്റേഷൻ ചെയ്യാം. ഇതൊക്കെ ഓറ ക്ലീനിങ്ങിന് നിങ്ങളെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ചില സന്ദർഭങ്ങളിൽ മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുമ്പോൾ ഉറക്കം തൂങ്ങിപ്പോവുക, ക്ഷീണം വരിക, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അർത്ഥം അന്നത്തെ ദിവസം നിങ്ങളുമായിട്ട് ഇടപഴകിയതായിട്ടുള്ള ആളുകളുടെ ഓറയിൽ അഥവാ അവരുടെ തോട്ട്സിൽ, എനർജിയിൽ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടാവാം. പല കാരണങ്ങൾ കൊണ്ടുണ്ട്. നെഗറ്റിവിറ്റി മാത്രമൊന്നുമല്ല, രാവിലെ മുതൽ രാത്രി വരെ റെസ്റ്റ് ഇല്ലാണ്ട് ഓടി ഹാർഡ് വർക്കാണെങ്കിൽ അവർക്ക് ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഏതൊരു കാര്യവും റെഗുലറായി ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. ഈ പഞ്ചതത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശരീരത്തിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. റെഗുലറായി നടക്കുന്ന ആൾക്ക് നടക്കുമ്പോൾ കാലുവേദന അത്ര വരാറില്ല. അതേസമയം വല്ലൊരു ദിവസം നോക്കിയിട്ട് നടക്കാൻ പോയാൽ കാലുവേദന ഉണ്ടാവും. അതായത് റെഗുലർ പ്രാക്ടീസ് എന്താണെങ്കിലും ഈ ശരീരം നമ്മളെ അതനുസരിച്ച് ഈ പ്രകൃതി സെറ്റാക്കുന്നതാണ്. അതുകൊണ്ട് മലയാളത്തിൽ നമ്മൾ ചൊല്ലി പറയാറില്ലേ, നിത്യാഭ്യാസി ആനയെ എടുക്കും എന്ന് പറയാറുണ്ട്. ശരീരത്തെ ശക്തിപ്പെടുത്താനും നമുക്ക് അങ്ങനെ ചെയ്യാം. അതേസമയം ഡെയിലി ഉള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ, എന്നിട്ടും എന്തെന്നറിഞ്ഞുകൂടാ, ഇന്ന് എനിക്കോ അല്ലാതെ ക്ഷീണം അനുഭവപ്പെടുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ ഓറ ക്ലീനിങ്ങിന് വേണ്ടി മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം ചെയ്യാവുന്നൊരു മെത്തേഡ് അല്ല. അങ്ങനെയുള്ളപ്പോൾ മാത്രമേ ചെയ്യാവുന്നുണ്ടോ? അങ്ങനെയുമല്ല, വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ നമ്മുടെ ഓറ ക്ലീനിങ്ങിന് വേണ്ടി സഹായിക്കാവുന്നൊരു ഘടകമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഉപ്പ് എടുത്തിട്ട് ഓറ ക്ലീനിങ്ങിന് വേണ്ടി ഒഴിയുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഉപ്പ് വെള്ളത്തിലേക്ക് കുറച്ചും കൂടി ഈസി ആയിക്കൊണ്ട് നമുക്ക് ഓറ ക്ലീനിങ് മെത്തേഡ് ഉപയോഗിക്കാം. അതിനുവേണ്ടി നമ്മുടെ സങ്കല്പവും
വെള്ളവും ഉപ്പും ഒരുമിച്ച് ഉപയോഗിക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ബൗളിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം നമ്മൾ എടുത്ത് വെച്ചേക്കുക. ഇതുപോലൊരു ഗ്ലാസിൻ്റെ ബൗളായിരിക്കണം. ഏറ്റവും ബെസ്റ്റ് എപ്പോഴും എനർജീനെ റിസീവ് ചെയ്യാനായിട്ടുള്ളത് ഗ്ലാസ് ബൗളാണ്. ഇങ്ങനെ ഇത് മീൻസ് ഇതേ ഷേപ്പ് തന്നെ വേണമെന്നല്ല, ഏതെങ്കിലും ഒരു ഷേപ്പ് ഉള്ളതായിരിക്കുന്ന ഒരു ഗ്ലാസ്സിലെ ബൗളിൽ കുറച്ച് വെള്ളം, ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട വെള്ളമാണ് ഞാൻ ഈ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഉപ്പിട്ട വെള്ളത്തിൽ നിങ്ങൾ വെച്ചേക്കുക. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഉപ്പിടുന്ന സമയത്ത് ഏത് ഉപ്പിടണം ചിന്തിക്കേണ്ട. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കല്ലുപ്പ്, എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അയഡൈസ്ഡ് സാൾട്ട് ഒന്നും വേണ്ട, സാധാരണ കല്ലുപ്പ് വാങ്ങാൻ കിട്ടുമല്ലോ, ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്നതായിരിക്കുന്ന സീ സാൾട്ട് അല്ലെങ്കിൽ കല്ലുപ്പ്. ആ കല്ലുപ്പ് വാങ്ങി കൊണ്ടുവരിക, ഒരു പിടി ഈ വെള്ളത്തിലിട്ടേക്കുക നിങ്ങളുടെ പാത്രം. ഇനി ഒരു പക്ഷേ ഒരു ഗ്ലാസിൻ്റെ പാത്രം കിട്ടാനില്ലാത്തൊരു സ്ഥലത്താണ് നിങ്ങൾ കുടുങ്ങിപ്പോയത്, വേണമെന്നുണ്ടെങ്കിൽ വേറെ പാത്രവും ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും നല്ല റിസൾട്ട് എപ്പോഴും കിട്ടുക ഇത് ചില്ലിൻ്റെ പാത്രത്തിൽ, ഗ്ലാസിൻ്റെ പാത്രത്തിൽ ഉപയോഗിക്കുമ്പോഴാണ്. ഉപ്പിട്ട ശേഷം സങ്കല്പിക്കുക, ഞാൻ എൻ്റെ കൈകളെ ആൻ്റണി ആക്കുകയാണ്, ചാർജ് ആക്കുകയാണ്. കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സങ്കല്പിക്കണം ഈ കൈയിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറയുകയാണ്. ഈ ചില ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കയ്യിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കർപ്പൂരം വെച്ചൊക്കെ തീ കത്തുന്ന പോലെ കയ്യിൻ്റെ ഉള്ളിൽ, അതേപോലെ ഈശ്വരൻ്റെ ശക്തി കയ്യിൽ നിറയുകയാണ്. കൈ പൂർണ്ണമായിട്ടും എനർജറ്റിക് ആയിട്ട് മാറുന്നു. ശരിക്കും ഫീൽ ചെയ്ത് നോക്കുക, കത്തുന്നൊരു കുഞ്ഞു സൂര്യൻ ഇവിടെ എടുത്ത് വെച്ചാൽ എങ്ങനെയുണ്ടാവും, അതുപോലെ ഒരു തീ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും. നമ്മുടെ വിഷനിൽ അങ്ങനെ കാണാം, തീ പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജത്തെ നമ്മുടെ കയ്യിൻ്റെ ഉള്ള എനർജി നിറയ്ക്കുക. അപ്പോൾ ഈ കൈ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലീനിങ് മെഷീനറി ആയി മാറിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് എന്തെല്ലാം എൻ്റെ നെഗറ്റീവ് എനർജി ഉണ്ടോ ഇതിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മേശപ്പുറത്ത് നമ്മുടെ മുന്നിലോ മേശപ്പുറത്തോ സ്റ്റൂളിലോ, ഞാനൊരു സ്റ്റൂളിൽ ഇവിടെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്, അതിന് സ്റ്റൂളുമ്മലോ അല്ലെങ്കിൽ മേശപ്പുറത്തോ എന്താ ഉണ്ടാവുന്നത് അതിന് ഈ ബൗളിൻ്റെ ഇത്ര അടുത്ത് വരെ വെള്ളം തൊടണ്ട, നമ്മൾ ഇങ്ങനെ എടുക്കുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിലേക്ക് നമ്മളിങ്ങനെ 2-3 വട്ടം കുടഞ്ഞിടുന്ന പോലെ സങ്കല്പിക്കുക. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് 2-3 പ്രാവശ്യം ചെയ്തിട്ട് പറ്റില്ലെങ്കിൽ ഒരു 10-15 തവണ 21 തവണ വേണമെങ്കിലും ഇതേപോലെ ഓറയിൽ നിന്നതായിട്ടുള്ള അഴുക്കെടുക്കുകയാണ്, ഇതിലേക്ക് ഇടുകയാണ്, ഓറയിൽ നിന്നുള്ള അഴുക്കെടുക്കുകയാണ്, ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുക. ചെയ്ത് നോക്ക്, നിങ്ങൾ ഒരു 10 തവണ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണൊക്കെ ക്ഷീണം കൊണ്ട് കുഴിഞ്ഞു പോയ അവസ്ഥയാണെങ്കിൽ കണ്ണൊക്കെ തുറന്നു വരുന്ന പോലെ നമുക്ക് തോന്നിപ്പോവും. ആകെ ഒരു വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാൻ തോന്നിപ്പോവും. നമ്മുടെ ഓറ ക്ലീനിങ് ചെയ്യാനായിട്ടുള്ള ഒന്നാമത്തെ പണിയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യാനുള്ളത്, ഇതേപോലെ നമ്മൾ എടുത്തു വെച്ചതായിരിക്കുന്ന ഉപ്പ് വെള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ നെഗറ്റിവിറ്റീനെ, ഇനി ചിലർക്ക് പറയുമല്ലോ എനിക്ക് ഇങ്ങനെ എന്താ അറിയില്ല, നെഗറ്റീവിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട്, എൻ്റെ പിന്നിലൊരു എനർജി വരുന്ന പോലെ തോന്നുന്നു, എന്ത് ചെയ്യുമ്പോഴും ശരിയാവുന്നില്ല, എവിടെ എത്താത്ത പോലെ തോന്നുന്നു, ഇങ്ങനെ പല വിഷമവും പറയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞു തരുന്നത്. ഇങ്ങനെ എടുത്തു വെച്ചതായിരിക്കുന്ന ഉപ്പ് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക്, ഇനി അത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലാവാം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഗ്ലാസ്സിൽ ഉപ്പ് വെള്ളം എടുത്താലും കുഴപ്പമില്ല. ഏതാണ്ട് പകുതി വെള്ളത്തിലും കൂടുതലോ അല്ലെങ്കിൽ പകുതി വെള്ളം ഉണ്ടായിരിക്കണം എന്ന് മാത്രം. എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ഈ രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ പേപ്പറിൻ്റെ ഉള്ളിൽ നീലമഷി പെന്നുകൊണ്ട്, ഇങ്ങനെ കുറച്ച് ബോൾഡായിരിക്കുന്ന ഒരു പെന്നുകൊണ്ട് എഴുതാൻ സാധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അങ്ങനെ ഒന്നുകിൽ സ്കെച്ച് പെന്നുകൊണ്ട് 2-3 പ്രാവശ്യം എഴുതിയിട്ടോ ഏതെങ്കിലും രീതിയിൽ ഇത്ര പോകുന്നതായിരിക്കുന്ന ഒരു ചെറിയ വൈറ്റ് പേപ്പറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സ്വന്തം പേര് എഴുതണം. പേര് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ദാ ഇതേപോലെ കണ്ടോ, ഇതേപോലെ വലുതായിട്ട് ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ വശത്തേക്കായിട്ട്, നമ്മളുടെ ഉള്ളിലത്തെ അല്ലേ ഇല്ലാതാക്കണ്ടേ, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മടക്കുന്നത് എപ്പോഴും നമ്മുടെ വശത്തേക്കായിരിക്കണം. അപ്പോൾ ആദ്യം ഇങ്ങനെ മടക്കി വയ്ക്കുക. ഇത് കഴിഞ്ഞ ശേഷം ഒരു മടക്കും കൂടെ അതിന് ഇങ്ങനെയും മടക്കി വയ്ക്കുക. ഇത്രയും മടക്കേണ്ട കാര്യമുള്ളൂ. ഇത് മടക്കിയ ശേഷം ഞാൻ സാധാരണ നമ്മൾ എടുക്കുന്നതായിരിക്കുന്ന ഒരു പാത്രത്തിൽ കുറച്ച് കല്ലുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കല്ലുപ്പിനെ ആ പേരിടുന്നേക്കാൾ മുന്നായിട്ട് ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് ആദ്യം നമ്മൾ ഇതേപോലെ കല്ലുപ്പ് കയ്യിലെടുക്കുക. കയ്യിൽ കല്ലുപ്പ് എടുക്കുമ്പോഴും സങ്കല്പിക്കണം, എന്ത് നെഗറ്റീവ് എനർജി എനിക്കുണ്ടെങ്കിലും, അഥവാ എൻ്റെ ഓറയിലുണ്ടതാണെങ്കിലും മറ്റേതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് എനർജി ആണെങ്കിലും എവിടുന്നെങ്കിലും വന്നതാണെങ്കിലും, അതല്ല എനിക്ക് അന്തരീക്ഷത്തിലെ നെഗറ്റീവ് എനർജി ആണെങ്കിലും, ഏത് രീതിയിലുള്ള നെഗറ്റീവ് എനർജി ആണെങ്കിലും എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യണം എന്ന് ഈ ഉപ്പിനെ പിടിച്ചുകൊണ്ട് സങ്കല്പിക്കണം കേട്ടോ. ഇങ്ങനെ ഉപ്പ് പിടിച്ചിട്ട് അത് സങ്കല്പിച്ച ശേഷം ഈ വെള്ളത്തിലേക്ക് ഈ ഉപ്പിനെ ഇട്ടേക്കണം. ആ സങ്കല്പം നമ്മൾ ഇൻറ്റൻഷൻ കൊടുക്കുക എന്ന് പറയും. ഈ ഉപ്പിന് നമ്മൾ നമ്മുടെ സങ്കല്പം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ കല്ലുപ്പിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്നത്, ഈ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം ഈ എഴുതിയ പേപ്പറിനെ കയ്യിൽ പിടിച്ചുകൊണ്ട്
ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക. ഈശ്വര, എന്തെല്ലാം നെഗറ്റീവായിരിക്കുന്ന എനർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളോ എനിക്കുണ്ടെങ്കിൽ, അത് കർമ്മദോഷമാവട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശത്രുദോഷമാവട്ടെ, എന്തു ദോഷമാവട്ടെ, അതെല്ലാം അങ്ങ് ഇല്ലാണ്ടാക്കി തരണം എന്ന് കണ്ണടച്ചുകൊണ്ട്, മനസ്സിൽ കണ്ണടച്ചുകൊണ്ട്, ഈശ്വര, എന്ത് ദോഷം എനിക്കുണ്ടെങ്കിലും അത് കർമ്മദോഷമാവട്ടെ, ശത്രുദോഷമാവട്ടെ, മറ്റേതെങ്കിലും എനർജികളുടെ ദോഷമാവട്ടെ, അതെല്ലാം അങ്ങില്ലാതാക്കി തരണം എന്ന് കയ്യിൽ ഈ പേപ്പറിനെ പിടിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും മനസ്സുരുകി പ്രാർത്ഥിക്കുക. മനസ്സ് തട്ടി പ്രാർത്ഥിക്കുക എന്ന് പറയില്ലേ, നമ്മൾ പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ ശേഷം ഈ പേപ്പർ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് ഓം എന്ന് ഉച്ചരിക്കുക. എങ്ങനെ ഉച്ചരിക്കണം ഓം എന്ന് വെച്ചാൽ, ആദ്യം നന്നായിട്ടുള്ളിലേക്ക് ശ്വാസം വലിക്കുക. ഫുള്ള് വലിച്ച ശേഷം എൻ്റെ എല്ലാ നെഗറ്റീവ് എനർജിയും ഇല്ലാതാക്കി തരണം ഭഗവാനെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇതിനെ ഈ വെള്ളത്തിലേക്ക് ഇട്ടു. ഇത് കഴിഞ്ഞ ശേഷം ഈ വെള്ളത്തിന് ഒരു 24 മണിക്കൂർ സമയം നിങ്ങൾ തൊടാതെ, ആരും തൊടാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആരും സ്പർശിക്കാൻ ഇട കൊടുക്കരുത്. ഇത് കഴിഞ്ഞ ശേഷം ഈ വെള്ളവും ഈ ഉപ്പും കൂടി ഏതെങ്കിലും ഒരു തെങ്ങിൻ്റെ കടക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ കടക്കലോ കൊണ്ടിടുക. നോർമൽ ചെടിച്ചട്ടിയിലേക്ക് ഒഴിക്കാൻ നിൽക്കരുത്, കാരണം ഈ ഉപ്പിടുന്ന സമയത്ത് ചെടിക്ക് അത് അനുകൂലമായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് മരത്തിന് അനുകൂലമായിരിക്കും. ഒന്നുകിൽ മാവിൻ്റെ കടയ്ക്ക്, അല്ലെങ്കിൽ ആലിൻ്റെ കടയ്ക്ക്, അല്ലെങ്കിൽ തെങ്ങിൻ്റെ കടയ്ക്ക്, ഇങ്ങനെ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കടയ്ക്ക് ഈ വെള്ളത്തെ കൊണ്ടുപോയിട്ട് ഒഴിച്ച് കളഞ്ഞ് ഈ ഗ്ലാസ് ക്ലീൻ ചെയ്ത് വെക്കാം. നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് അത് പൂർണ്ണമായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 7 ദിവസമോ 8 ദിവസമോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമോ ഒക്കെ ഇതുപോലെ ചെയ്തുകൊണ്ട് നമ്മുടെ ഓറ ക്ലീൻ ചെയ്യാനും നെഗറ്റീവായിരിക്കുന്ന എന്തെങ്കിലും എനർജികൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. ഇത് ഈസിയായ ഒരു മെത്തേഡാണ്. കണ്ണുദോഷമില്ലാതെയാകുക, അല്ലെങ്കിൽ അസൂയ കൊണ്ട്, അസൂയ തന്നെയാണല്ലോ ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക്. അപ്പോൾ മറ്റൊരാളുടെ അസൂയയുടെ സങ്കല്പങ്ങൾ നമുക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അഥവാ കുറച്ച് വിഗ്രസ് ആയിരിക്കുന്ന ആളുകളുമായിട്ട് ഇടപഴകിക്കൊണ്ട് അവരുടെ ഓറയുമായി കൂട്ടിമുട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഏത് രീതിയിലുള്ള നെഗറ്റിവിറ്റി ആണെങ്കിലും ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്നും പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞ വ്യക്തിത്വങ്ങളാവട്ടെ നിങ്ങളെന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.